ഇന്ത്യക്കുള്ളത് ദുർബലനായ പ്രധാനമന്ത്രി എന്നാണ് രാഹുൽ ഗാന്ധി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞത്. നിങ്ങൾക്കൊക്കെ അത് ഓർമ്മ കാണും. രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെക്കുറിച്ച് പറഞ്ഞു. അതായത് നരേന്ദ്രമോദിക്ക് പ്രത്യേകിച്ച് പഹൽഗാമിലൊക്കെ നമുക്ക് ഇന്റലിജൻസ് വീഴ്ച വന്നു. നമ്മുടെ നമ്മുടെ എത്ര വിമാനങ്ങളാണ് പാകിസ്ഥാൻ തകർത്തത്, ഇതൊക്കെ പുറത്തറിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി നിരന്തരം കിടന്ന് മുറവിളി കൂട്ടുന്നത് നമ്മൾ കണ്ടതാണ്. യാഥാർത്ഥ്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു വിവരം പോലും ഇല്ലാത്തൊരു മനുഷ്യനാണ്. രാഹുൽ ഗാന്ധിയെ ഒരുപക്ഷെ നമ്മളൊക്കെ വലിയ രീതിയിൽ വിമർശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ അങ്ങനെ ആയതുകൊണ്ടാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യ ഡെഡ് എക്കോണമി ആണെന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണ് എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ആനുകൂല്യങ്ങൾ പറ്റി ജീവിക്കുന്ന ഒരു ഇന്ത്യക്കാരനാണ് പറയുന്നത്. അദ്ദേഹം ഇന്ത്യക്കാരനാണോ ബ്രിട്ടീഷ് പൗരത്വമുള്ള ആളാണെന്നോ നമുക്കിപ്പോഴും അറിയില്ല. എങ്കിലും ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാളാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ ഒരു മനുഷ്യൻ പറയുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് ശരിയാണ് എന്നുള്ളത്. മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി വളരെ ദുർബലനാണ് എന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് കോൺഗ്രസിനുള്ളത്? പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ അമ്മയായ രാഹുൽ ഗാന്ധിയുടെ അമ്മയായ സോണിയാഗാന്ധിക്കും എന്ത് യോഗ്യതയാണ് ഉള്ളത്? കാരണം കഴിഞ്ഞ ദിവസം ചിദംബരം പറഞ്ഞ കാര്യങ്ങൾ, അതായത് ചിദംബരം 2008 മുംബൈ ഭീകരാക്രമണം നടന്ന സമയത്ത് അമേരിക്കയുടെ UN സെക്രട്ടറി അമേരിക്കയെ തൊട്ടുപോകരുത് എന്ന ഇന്ത്യയോട് ഭീഷണിയുടെ സ്വരത്തിലാണ് പറഞ്ഞത്. അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി, വിദേശ നയങ്ങൾക്കും അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി എന്നാണ് പി ചിദംബരം പറഞ്ഞത്. അതൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ 166 ജീവനുകൾ നഷ്ടപ്പെട്ടപ്പോൾ അമേരിക്കയുടെ കാല് നക്കി അമേരിക്ക പറയുന്നത് കേട്ട് അമേരിക്കയുടെ മുന്നിൽ ഓച്ചാനിച്ച് നിന്നിട്ട് പറയുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ദുർബലനാണ് എന്ന്. ആരാണ് അപ്പോൾ ദുർബലൻ? അതായത് സോണിയാഗാന്ധിയാണ് അന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്. മൻമോഹൻ സിംഗ് ഒരു പാവ സർക്കാരാണെന്നും അദ്ദേഹത്തെ പേപ്പറുകളിൽ ഒപ്പിടാൻ വേണ്ടി മാത്രം വകമാറ്റി വെച്ചിരുന്ന ഒരു പ്രധാനമന്ത്രിയാണെന്നും കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതും വിദേശ നേതാക്കളെ കാണുന്നതും വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്നതും ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതും സോണിയാഗാന്ധിയാണെന്നും പിന്നിൽ നിൽക്കുക മാത്രമാണ് മൻമോഹൻ സിംഗിൻ്റെ ജോലി എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് പോലും രാഹുൽ ഗാന്ധി ഒരു നാണവുമില്ലാതെ പറയുകയാണ് നരേന്ദ്രമോദി ദുർബലനാണെന്ന്. എവിടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുർബലനാണ് എന്ന് രാഹുൽ ഗാന്ധിക്ക് തോന്നിയത്? അതായത് പഹൽഗാമിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നമ്മളെ 26 സഹോദരങ്ങളെ ഇല്ലാതാക്കിയപ്പോൾ തിരിച്ച് അതേ നാണയത്തിൽ, അതായത് അവരുടെ ജനങ്ങളെ തൊട്ടുകൊണ്ടല്ല, ഏത് ഭീകരനാണോ നമ്മളെ ആക്രമിച്ചത് ആ ഭീകരരുടെ ഭീകര താവളങ്ങളൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് 9 ഭീകര താവളങ്ങൾ ആക്രമിച്ചുകൊണ്ട് അവിടുത്തെ എയർബേസ് അടക്കം തീർത്തുകൊണ്ട് ശക്തനായ ഒരു പ്രധാനമന്ത്രിയെയും ഒരു സൈന്യത്തെയും കര വ്യോമ നാവിക സേനകളെയും ഒക്കെയാണ് നമ്മൾ കണ്ടത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ പറയുകയാണ് നിങ്ങൾ ധൈര്യമായി ചെയ്തുകൊള്ളൂ, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്, നിങ്ങൾ മുന്നിൽ നിന്ന് നിങ്ങൾ നയിച്ചോളൂ, പിന്നിൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിശക്തമായി പറയുകയാണ്. അതായത് പുൽവാമയിലും ബലാക്കോട്ടിലും മുറിയിലുമൊക്കെ കണ്ട അതേ വീര്യത്തോടെ തന്നെയാണ് ഇന്ത്യൻ സർക്കാർ മുന്നേറുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് സോണിയാഗാന്ധി ഉൾപ്പെടുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടുന്ന കോൺഗ്രസ് പറയുന്നത് ഇവിടെ ഇതൊരു ദുർബലനായ പ്രധാനമന്ത്രിയാണെന്ന്. അതെ, പ്രധാനമന്ത്രിക്ക് ദൗർബല്യമുണ്ട്. അതാ ഇന്ത്യയിലെ ജനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ദൗർബല്യം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ജനങ്ങളെ ആരെങ്കിലും തൊട്ടാൽ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് മേലെ ആരെങ്കിലും അതിക്രമങ്ങൾ കാണിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി തിരിച്ചു നൽകുന്ന പാഠം ഒരിക്കലും മറക്കാൻ പറ്റാത്ത പാഠമായിരിക്കും. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം ആദ്യം നയതന്ത്രപരമായ ഒരു പ്രധാനമന്ത്രിമാരും ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു കാര്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത്. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നതിന് മുൻപ് ആദ്യം പാകിസ്ഥാൻ നൽകിയത് എന്താണ്? നയതന്ത്ര പ്രഹരമാണ്. സിന്ദൂർ നദീജലം താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് നയതന്ത്ര പ്രഹരമാണ് പാകിസ്ഥാന്
ഇന്ത്യ നൽകിയത്. അതോടുകൂടി ഇത് അവസാനിച്ചു എന്ന് കരുതി പാകിസ്ഥാൻ സമാധാനത്തോടെ ഇരിക്കുകയായിരുന്നു. കാരണം പാകിസ്ഥാന് നന്നായിട്ടറിയാം ഇന്ത്യയെ തൊട്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സർക്കാർ, ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ എങ്ങനെയാകും തിരിച്ചടിക്കുന്നത്, സൈന്യത്തിൻ്റെ ഊർജവും വീര്യവും എങ്ങനെയായിരിക്കും, അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നും തന്നെ നരേന്ദ്രമോദി ചെയ്യില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത് തിരിച്ചടി നൽകാനായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞ് ഒന്നും മിണ്ടാതെ അതിന് കൃത്യമായ പേരിട്ടുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടുകൊണ്ട്, അതായത് നമ്മുടെ ഓരോ സഹോദരിമാരുടെയും സിന്ദൂരം മാച്ച ഭീകരർക്ക് ആ സിന്ദൂരത്തിൽ തന്നെ മറുപടി കൊടുത്തുകൊണ്ടായിരുന്നു പിന്നീട് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ കണ്ടത്. ഇതുപോലെ ശക്തനായ ഒരു പ്രധാനമന്ത്രി, അമേരിക്കയോട് പോലും, അമേരിക്കയുടെ കാല് നക്കിയ കോൺഗ്രസ്, അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി വന്ന് പറഞ്ഞപ്പോൾ പാകിസ്ഥാനെതിരെ ഒരു ചെറു വിരൽ അനക്കാനോ, പാകിസ്ഥാനെ, നമ്മുടെ രാജ്യത്തെ വന്ന് ആക്രമിച്ച പാകിസ്ഥാനെ തൊടാനോ നാണമില്ലാത്ത ഈ കോൺഗ്രസ് സർക്കാർ പറയുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വീക്ക് പ്രധാനമന്ത്രിയാണ് എന്നുള്ളത്. അതായത് പാകിസ്ഥാൻ്റെ മുന്നിൽ മുട്ടിലെഴയുകയും പാകിസ്ഥാൻ സ്നേഹികളുമായ കോൺഗ്രസ്സുകാർ ഇന്ന് നരേന്ദ്രമോദിയോട് പറയുകയാണ് നരേന്ദ്രമോദി ഒരു വീക്ക് പ്രധാനമന്ത്രിയാണ് എന്നുള്ളത്. ഇതേ വഴിക്ക് കോൺഗ്രസ് ആണ് നമ്മുടെ ഇപ്പോഴും ഭരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ ഇന്ന് ഏതൊക്കെ തരത്തിലേക്ക് ഭീകരവാദം, ഒരുപക്ഷെ ഭീകരവാദികൾക്ക് ഒളിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മണ്ണായി ഒരുപക്ഷെ ഇന്ത്യ മാറിയനെ. ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ, നമുക്കറിയാം നരേന്ദ്രമോദി ട്രംപിനോട് പറഞ്ഞത്, താരിഫ് താൻ ഉയർത്തിക്കോ, അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല, ഞങ്ങൾക്ക് താൻ താരിഫ് ഉയർത്തുമ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വദേശീവൽക്കരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയൂ. അതായത് ഇൻ്റർനെറ്റ് ഉൾപ്പെടെ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉൾപ്പെടെ ഞങ്ങൾക്ക് വലിയ രീതിയിൽ അത് മുന്നോട്ട് പോകാൻ, സ്വദേശീവൽക്കരിക്കാൻ കഴിയുന്നത് അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം നമ്മളോട് പൊരുതുമ്പോഴാണ്. അതുകൊണ്ട് നിങ്ങൾ പൊരുതിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾ താരിഫ് കൂട്ടിയാലും റഷ്യയിൽ നിന്നൊന്നും എണ്ണ വാങ്ങാതിരിക്കാൻ ഞങ്ങൾ തയ്യാറാവില്ല. അമേരിക്കയുടെ കാല് പിടിക്കാനോ അമേരിക്കയ്ക്ക് മുന്നിൽ വിധേയത്വം കാണിക്കാനോ നട്ടല് വിളയ്ക്കാനോ തൽക്കാലം ഇന്ത്യക്കാർക്ക് സൗകര്യമില്ല എന്ന് പറയാൻ തൻ്റെ ഇടത്തോടെ മുന്നോട്ട് വന്നൊരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. മാത്രമല്ല റഷ്യയും ഉക്രൈനും യുദ്ധം നടത്തുമ്പോഴും റഷ്യയ്ക്ക് ഈ രണ്ട് രാജ്യങ്ങൾക്ക് സമാധാനം വേണമെന്ന് പറയുമ്പോഴും റഷ്യയ്ക്ക് മുന്നറിയിപ്പ് കൂടി നൽകുകയാണ്. അതായത് സാംസ്കാരിക നയതന്ത്രത്തിലൂടെ റഷ്യയ്ക്ക് ഇന്ത്യ മുന്നറിയിപ്പ് നൽകി. ബുദ്ധൻ്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് സമാധാനവും കരുണയും അഹിംസയുമാണ് നമുക്ക് വേണ്ടത് എന്ന് റഷ്യയിൽ പോയി ഇന്ത്യൻ പ്രതിനിധികൾ പറഞ്ഞു. അതായത് റഷ്യയോട് ഓർമ്മിപ്പിക്കുകയാണ്, സാധാരണ ജനങ്ങളെ ഇല്ലാതാക്കാൻ യുദ്ധം കൊണ്ട് നിങ്ങൾ ശ്രമിക്കരുത്, സമാധാനമാണ് എപ്പോഴും ഒരു രാജ്യത്തിൻ്റെ അവശ്യ ഘടകമെന്നുള്ളത്. അത് പാലിക്കാനായി ഏതറ്റം വരെയും പോകാൻ ഇന്ത്യൻ സർക്കാർ തയ്യാറാകുമെന്ന് പറയുമ്പോഴാണ് നാണം കെട്ടും ഉളുപ്പില്ലായ്മയും കൊണ്ട് നടക്കുന്ന കോൺഗ്രസ് പറയുന്നത്, കോൺഗ്രസിൻ്റെ ബുദ്ധിയും വിവരവുമില്ലാത്ത, ഇപ്പോഴും യുവ നേതാവെന്ന് 60 വയസ്സിലും പറയുന്ന രാഹുൽ ഗാന്ധി പറയുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി വീക്ക് പ്രധാനമന്ത്രിയാണെന്ന്. ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ല വീക്ക് പ്രധാനമന്ത്രി. നെഹ്റു, ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പന്മാരെന്ന് പറഞ്ഞിരിക്കുന്ന കുടുംബവാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്.